വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള വെടിനിർത്തലിൻ്റെ നാളുകളിലാണ് നാം. ഈ അവസ്ഥകളെ പല കോണുകളിൽ നിന്ന് വിശകലനം ചെയ്യുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. യുദ്ധവും സമാധാനവും ഒരുപാട് കണ്ട ഒരാളാണ് ഇന്ന് നമ്മളുടെ കൂടെ. അസം റെജിമെന്റിലെ മേജർ ജനറൽ എം വിനയചന്ദ്രൻ സർ. നമസ്കാരം സർ. നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആരായിരുന്നു സർ ആ ഭീകരർ? 1990s തൊട്ടാണ് അവിടെ ഈ ഭീകരാക്രമണം തുടങ്ങിയത്. ആ ഒരു രീതി എങ്ങനെയെന്ന് വെച്ചാൽ, കാശ്മീരിൽ തന്നെയുള്ള കുറേ ചെറുപ്പക്കാരെ, ഒരു 10-12 വയസ്സുള്ളവരെ മുതൽ കുറച്ച് പേര് റിക്രൂട്ട് ചെയ്തുകൊണ്ട് പോകും പാകിസ്ഥാൻ അകത്തോട്ട്. അവർക്കൊരു ട്രെയിനിങ് കിട്ടും. ട്രെയിനിങ് എന്ന് പറയുന്ന ആദ്യമൊക്കെ ഒരു 1-2 കൊല്ലത്തെ ട്രെയിനിങ് കാണും. ട്രെയിനിങ് ക്യാമ്പ്, നമ്മുടെ ആർമി ക്യാമ്പ് ഉള്ളതുപോലെ അവർക്ക് ട്രെയിനിങ് ക്യാമ്പ്. അവർക്ക് ട്രെയിനിങ് ഉണ്ട്, ശമ്പളമുണ്ട്. അത് കഴിഞ്ഞിട്ട് അവരെ പല ഗ്രേഡായിട്ട് തിരിക്കും. പല ഓർഗനൈസേഷൻസ് എന്ന് വെച്ചാൽ ഈ ലഷ്കർ എ തൈബ പോലെയുള്ള പലർക്കായിട്ട് അവർ വിഭജിച്ച് കൊടുക്കും. ഈ ഓരോ ട്രെയിനിങ് ക്യാമ്പ് അങ്ങനത്തെ ഓരോ ഗ്രൂപ്പിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് അവരെ ഇന്ത്യക്കകത്തോട്ട് കടത്തും. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ത്യൻ അതിർത്തി വഴി തന്നെയാണ് കടത്തിക്കൊണ്ടിരുന്നത്. ഇത്രയും വലിയ അതിർത്തിയാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള. എവിടെ വേണമെങ്കിലും 2 പേർക്ക് കയറുന്നതിൽ ഒരു പ്രയാസവുമില്ല. അകത്ത് കയറി കഴിയുമ്പോൾ അവർക്കൊരു ഗൈഡുണ്ട്. ആ ഗൈഡാണ് അവരെ കൊണ്ടുവരുന്നത്. ഓരോ ഭീകര ഗ്രൂപ്പിനും ഓരോ ഗൈഡുണ്ട്. എല്ലാ ഗ്രൂപ്പിനും ഒരു റിസീവിങ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഏരിയയിലുള്ള വില്ലേജസൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. ഇവർക്ക് ഒളിച്ച് താമസിക്കാനുള്ള ഇത് കൊടുക്കും, ആഹാരം കൊടുക്കും. അവിടെ നിന്ന് അവരെ പല സ്ഥലത്തോട്ട് വിടും. ഉള്ളിലേക്കൊക്കെ ശ്രീനഗറും പോലെയുള്ള സിറ്റികളിലൊക്കെ വരാനായിട്ട് അവരെ അകത്തോട്ട് വിടും. 90കളിലാണെങ്കിൽ ഒരു സമയത്ത് നമുക്ക് നോക്കാം, ഇങ്ങനെ 100 കണക്കിന് ആളുകൾ ഇങ്ങനെ വരുമായിരുന്നു. അതിൽ കുറച്ച് പേര് മാത്രമേ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ പിടിയിൽ വരുള്ളൂ. ബാക്കിയുള്ളവർ ഇവരകത്ത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അവരെ കണ്ടാൽ ഒരു നോർമൽ ആളാണ്. അവരുടെ വേഷം നോർമൽ വേഷമാണ്. കയ്യിൽ തോക്കില്ല, ഒന്നുമില്ല. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ലീഡർ കാണും. അത് മിക്കവാറും ഒരു പാകിസ്ഥാനി തന്നെ ആയിരിക്കും. അയാൾ ഇവരെ വിളിക്കും, ആ സ്ഥലത്ത് വിളിക്കും, ഒരു ജോലി ചെയ്യും. അത് കഴിഞ്ഞ് അവരെ അങ്ങ് പിരിച്ചുവിടും. അപ്പോൾ സെക്യൂരിറ്റി ഫോഴ്സ് അവിടെ എത്തുമ്പോഴത്തേക്കും അവർ ഭീകരരല്ല, വെറുതെ നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ഒരുപാട് നാൾ ആ വില്ലേജിൽ താമസിക്കും. അവിടെയുള്ള ആധാർ കാർഡ് കാണുമായിരിക്കും. അത് നമുക്കറിയാം, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും വെളിയിൽ നിന്ന് വരുന്ന ഒരുപാട് പേർക്ക് ആധാർ കാർഡും എല്ലാം ഉണ്ടല്ലോ. അവിടെയുള്ള ആധാർ കാർഡായിരിക്കും, അവിടുത്തെ ഒരാളിൻ്റെ പേര് തന്നെ ആയിരിക്കും അവർക്ക്. 2000-ന് ശേഷമാണ് നമ്മുടെ ബോർഡർ കുറച്ചുകൂടെ ഒന്ന് ശക്തിപ്പെടുത്താൻ തുടങ്ങിയത്. ഇത് ആ കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് അവിടുത്തെ ഒരു സെക്യൂരിറ്റി റിവ്യൂ നടന്നതും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫെൻസിങ് വെച്ചു ബോർഡറിൽ. ഫെൻസിങ് വെക്കുന്ന ഒരു 2-3 ലെയറുള്ള ഫെൻസിങ്, അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പോൾ ആളുകൾക്ക് അതിൽ കടന്നു വരാനുള്ള ഏരിയ ഒരുപാട് കുറഞ്ഞു. പക്ഷെ എന്നാലും കുറേശ്ശെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ വന്ന 4 പേർ അങ്ങനെ എവിടെ നിന്നോ വന്നതാണ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അവർ ബോർഡർ വഴി മാത്രമല്ല വരുന്നത്, നേപ്പാൾ, ബംഗ്ലാദേശ്, എവിടെ നിന്ന് വേണമെങ്കിലും ഒരു ഫ്ലൈറ്റിൽ വന്ന് ബോംബെയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാം. അങ്ങനെ ആർക്കും ഒരു ഇതില്ലല്ലോ. അവർക്കൊരു പാസ്പോർട്ടുണ്ട്, വിസ എടുക്കും, വരും. എന്നിട്ട് ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം. അത് കഴിഞ്ഞ് അവരെ കാണില്ല. അങ്ങനെയാണ് ഈ 4 പേര് എങ്ങനെയോ എത്തി. ചിലപ്പോൾ അവർ 2-3 കൊല്ലമായിട്ട് തന്നെ അവിടെ കാശ്മീരിലും ആ ഏരിയയിലും താമസിക്കുന്നുണ്ടായിരിക്കും, ഇതെല്ലാം കണ്ട് പഠിച്ച് എല്ലാം ചെയ്യാനായിട്ട്. വിദേശികളുണ്ടാവില്ലേ ഇതിൽ? സ്വാഭാവികമായിട്ടും പാകിസ്ഥാനികളുണ്ടാവും, അഫ്ഗാൻ, മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകളും ഭീകരന്മാരായിട്ട് വരാറുണ്ടല്ലോ. പാകിസ്ഥാനിലെ ISI ആണത് കൺട്രോൾ ചെയ്യുന്നത്, നടത്തുന്നത്. അവർക്ക് ഒരുപാട് കാശുണ്ട്, സാധനങ്ങളുണ്ട്, തോക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ കാശ്മീരിൽ നിന്ന് അവർ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒരുപാട് കുറഞ്ഞു. കാരണം ഇവിടെയും സ്കൂൾ വന്നു, ഇവിടെ അവരുടെ ആപ്പിൾ ബിസിനസ്സും ഇതെല്ലാം ബിസിനസ്സൊക്കെ നേരെ ആയപ്പോൾ ഫാമിലി എല്ലാവർക്കും ലിവിങ് സ്റ്റാൻഡേർഡ് എല്ലാവരുടെയും കൂടിയപ്പോൾ വീട്ടിലുള്ള ആളുകൾ അവിടെയുള്ളവരെ വിടാതെയായി. ഇപ്പോൾ വളരെ ചുരുക്കം പേര്, പണ്ട് 100 വെക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പം ആ ഡിസ്ട്രിക്റ്റിൽ നിന്ന് 1-2 പേരെ പോവുള്ളൂ. അപ്പോൾ ഇവർ വെളിയിൽ നിന്നുള്ള മെർസിനറീസ് എന്ന് പറഞ്ഞാൽ കാശിന് വേണ്ടി എവിടെയും പോയി യുദ്ധം ചെയ്യുന്ന
അങ്ങനെ ഒരുപാട് പേര് അവിടെ ആഫ്രിക്കയിൽ നിന്നും അറബ് വേൾഡിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും പല സമയത്ത് പലരെ പിടിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനും അതുപോലെ തന്നെയാണ്. അഫ്ഗാനിസ്ഥാൻ ആദ്യം റഷ്യ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഇത്രയും പേര് തോക്കും ട്രെയിനിങ് ആയിട്ടിരിക്കുന്നവർ എവിടെയെങ്കിലും വിടണ്ടേ. അപ്പോൾ അവരെയാണ് പാകിസ്ഥാൻ ആദ്യമായിട്ട് പിടിച്ചിങ്ങോട്ട് വിട്ടത്. അത് ഇപ്പോൾ പക്ഷേ അവിടെ നിന്ന് വരുന്ന പാകിസ്ഥാനും അവരുമായിട്ടുള്ള ആ റിലേഷൻ മോശമായപ്പോൾ അവിടെ നിന്ന് വരാറില്ല. ഇപ്പോൾ മിക്കവാറും ഈ 4 പേര് വന്നത് പാകിസ്ഥാനികൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഇതുപോലെ വരുന്ന ആളുകളെ, ഈ ഭീകരരെ തടയുന്നതിന് നമ്മുടെ സൈന്യം ഏതൊക്കെ തരത്തിലുള്ള മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത്? നോർമലി ബോർഡറിൽ ഫെൻസ് ഇടാനൊക്കുന്ന സ്ഥലത്തൊക്കെ ഫെൻസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളിൽ കൂടെ മാത്രമേ അവർക്ക് വരാനൊക്കുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പുകൾ അനുസരിച്ചാണ് നമ്മുടെ പട്ടാളത്തിനെ അവിടെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. ആദ്യം ആർമി ആയിരിക്കും മുൻനിരയിലും. ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ നോക്കിയാൽ ആ ആർമിയുടെ ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും. അതിൻ്റെ ബാക്കിൽ BSFും അതിൻ്റെ കൂടെ CRPF, ലോക്കൽ പോലീസ്, ഇങ്ങനെ ഒരുപാട് വച്ചാണ് ചെയ്യുന്നത്. അത് നമ്മളൊരു ത്രെറ്റ് പെർസെപ്ഷൻ കാണും. എന്ന് വെച്ചാൽ ഒരു സ്റ്റഡി ചെയ്ത് നോക്കും എവിടെയാണ് ഇത് നമുക്ക് ത്രെറ്റ് കൂടുതലുള്ളത്, അവിടെ ആർമിയെ വയ്ക്കും. അതിൻ്റെ ഗ്രേഡ് അനുസരിച്ച് ഏത് ഫോഴ്സിനെ അവിടെ വയ്ക്കണം എന്നാണ്. ഇവരെല്ലാവരും തമ്മിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷനുണ്ട്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്ററിൻ്റെ അടിയിലും ആർമിയുടെ ഒരു കോർ കമാൻഡറുണ്ട്, പോലീസിൻ്റെ DGP, ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ഗ്രൂപ്പ്, പിന്നെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരെല്ലാം കൂടെ ചേർന്നാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആർമി ഏരിയ കൂടെ കുറച്ച് പേര് കടന്നു പോയി, പക്ഷേ അവരെ പിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇൻഫർമേഷൻ കൊടുക്കും. മിക്കവാറും അടുത്ത ലെയറിൽ അവരെ പിടിക്കും. ശ്രീനഗർ പോലുള്ളൊരു ടൗൺ ആണെങ്കിൽ പണ്ട് അത് ആർമി ആയിരുന്നു അവിടെ കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ആർമി ഇല്ല അവിടെ. അതിനകത്തോട്ട് ആർമിക്ക് പോകാനേ പെർമിഷൻ ഇല്ല. അവിടെ CRPFും BSFും കഴിഞ്ഞപ്പോൾ ലോക്കൽ പോലീസാണ് ചെയ്യുന്നത്. പെഹൽഗാം പോലുള്ള സ്ഥലത്ത് നമ്മൾ ഒരു ആർമിക്കാരനെ പോലും കാണാൻ കിട്ടില്ല. അവിടെ ഈ പോകുന്ന ടൂറിസ്റ്റും ഒക്കെ അവരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കുറച്ച് പോലീസുകാരെ അവിടെ കാണാം. കാരണം അതുപോലെ ആയി അവിടുത്തെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം. അവരങ്ങനത്തെ ഒരു ഇതിന് നോക്കിയിരിക്കുകയായിരുന്നു. പെഹൽഗാമിൽ ഈ ഒരു സാഹചര്യം കൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത് അല്ലേ? നമുക്ക് അറിയാനൊക്കില്ല. അവിടെ വർഷങ്ങളായിട്ട് അവിടെ വളരെ ശാന്തി സമാധാനമുള്ളൊരു സ്ഥലമാണ്. ഈ സംഭവം നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ എത്രയോ നമുക്കെല്ലാം പരിചയമുള്ള ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടായിരിക്കും. എൻ്റെ ചേച്ചിയും ചേട്ടനും ഇതിന് 1 ദിവസം മുമ്പ് അതേ സ്പോട്ടിൽ പോയിട്ടാണ് അവരവിടെ നിന്ന് തിരിച്ചു വന്ന് അവർ പഞ്ചാബിലോട്ട് വാഗാ ബോർഡർ കാണാനായിട്ട് പോയി. ആ സമയത്ത് ഈ 4 പേര് ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നിരിക്കും. അവർ പോർട്ടറായിട്ടും ആളുകളെ സഹായിക്കാനും വല്ല ഡ്രൈവറായിട്ടും ഒക്കെ അതേ ആളുകൾ ഉണ്ടായിരിക്കും. അത് ഒരിക്കലും നമുക്കത് കണ്ടുപിടിക്കാനൊക്കില്ല. പക്ഷേ ഇനിയിപ്പോൾ അവരെ കണ്ടുപിടിക്കണം എന്നുള്ളൊരു അത്യാവശ്യമാണ്. ഇവരെങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക? സാറിൻ്റെ ഒരു നിഗമനം എന്താ? അവർ സാധാരണ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ നിന്നൊരു 1/2 കിലോമീറ്റർ മാറി തോക്കും ഇട്ട് വേഷവും മാറി താടിയും മുടിയും വെട്ടിക്കഴിഞ്ഞാൽ അവരില്ല, ആൾ വേറെയായി. മനസ്സിലാക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് പണ്ട് ഏതെങ്കിലും നമുക്കൊരു ന്യൂസ് കിട്ടും, വില്ലേജിനകത്ത് ഒരു 10 ഭീകരർ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആർമി അവരെ പിടിക്കാനായിട്ട് പോവുകയാണെങ്കിൽ എല്ലാവരെയും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ ഇരിക്കും. അവൻ്റെ കയ്യിൽ തോക്കും ഇല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വെടിവെച്ചില്ലെങ്കിൽ നമുക്കറിയാനൊക്കില്ല. ഒരു സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലുള്ള ആളുകളെയും നമ്മൾ പരിചയപ്പെടും. അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു ലിസ്റ്റ് കാണും, ഇത്രയും പേരാണുള്ളത്. പുതിയ ആരെങ്കിലും വന്നാൽ നമുക്കറിയാം. അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ താമസിക്കുന്നത് പണ്ടൊക്കെ അവരുടെ വരുമാന മാർഗം ആർമിയും ഗവൺമെൻറ്റുമാണ്. എന്നുവെച്ചാൽ ഗവൺമെൻറ് അവർക്ക് ഓരോ പൈസയും സബ്സിഡിയൊക്കെ കൊടുക്കും. ആർമി ആണെങ്കിൽ ആർമിക്കായിട്ട് റേഷൻ കൊണ്ടുവരണം, അത് നമുക്ക് പോർട്ടറിൻ്റെ ആവശ്യമുണ്ട്. പോർട്ടറൊക്കെ നമ്മൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. ഏത് ജോലി ചെയ്യാൻ അവിടുത്തെ ആളുകളാണ് എംപ്ലോയ് ചെയ്യുന്നത്. നല്ല ശമ്പളവും കൊടുക്കും. നമ്മളവിടെ സ്കൂളുണ്ടാക്കും, റോഡുണ്ടാക്കും, ബ്രിഡ്ജ് ഉണ്ടാക്കും, ഇതെല്ലാം ഉണ്ടാക്കും ആളുകളുടെ ഒരു സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ച് പേര് അങ്ങനെ മനസ്സിലാക്കാൻ നോക്കും. അല്ലാതെ ഇങ്ങനെ ഒരു 3-4 വർഷത്തിലൊരിക്കൽ 4 പേര് വരുന്നത് ഒരിക്കലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. നമ്മുടെ ഈ പ്രത്യാക്രമണം അത് ഏത് രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക? അപ്പം ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുമ്പോൾ പ്രൈം മിനിസ്റ്ററിൻ്റെ അടിയിലൊരു കമ്മിറ്റിയുണ്ട്, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്നാണ് പറയുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് മിനിസ്റ്റേഴ്സ്, ഡിഫൻസ്, ഹോം, ഫൈനാൻസ്, അങ്ങനെയൊക്കെ ഉള്ള, പിന്നെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, ഇവർ ഒരു 5-6 പേര് ചേർന്നാണ് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി തീരുമാനിക്കുന്നത്. അത് ഒരു വാക്കിൽ അവർക്ക് പറയാൻ പറ്റും എന്താണ് ചെയ്യേണ്ടത്. ഇതിന് തിരിച്ചടിക്കണം, പാകിസ്ഥാൻ ഇനി കുറേ നാൾ ഇത് ആവർത്തിക്കരുത് എന്ന് വെച്ചാൽ അവരുടെ
ട്രെയിനിങ് ഇൻഫ്രാസ്ട്രക്ചറും ഈ ടെററിസ്റ്റിനെ അവർ അയക്കുന്ന ഫുൾ പൈപ്പ് ലൈനിനെ നമ്മൾ നശിപ്പിക്കണം. എന്നാൽ പിന്നെ അവർക്ക് ഉണ്ടാക്കി വരാൻ ഒരുപാട് സമയമെടുക്കും. അതാണ് ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി തീരുമാനിക്കുന്നത്. അത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയായി. ഇത് നടപ്പിലാക്കാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാ മിനിസ്ട്രിക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് തുടങ്ങിയത്. പാകിസ്ഥാനായിട്ടുള്ള ട്രേഡ് നമ്മൾ നിർത്തി. നമ്മുടെ ഡിപ്ലോമാറ്റ്സ് വെളിയിൽ പോയി എല്ലായിടത്തും പറയാൻ തുടങ്ങി ഇത് അവരിതാണ് ചെയ്തത്. അപ്പോൾ എല്ലാ മിനിസ്ട്രിക്കും ഓരോ ടാസ്ക് ഉണ്ട് അതിൽ ചെയ്യാനായിട്ട്. അതുപോലെ ഡിഫൻസ് മിനിസ്ട്രിക്ക് കിട്ടിയ ടാസ്ക്കാണ് ഓപ്പ് സിന്ദൂർ. കൃത്യമായിട്ടൊരു മിലിറ്ററി ആക്ടിവിറ്റി മാത്രമാണ്. നമ്മൾ ഇൻഡസിൻ്റെ വെള്ളം തടയുന്നത് ഓപ്പ് സിന്ദൂറിൻ്റെ ഭാഗമല്ല. അതുപോലെ ഓപ്പ് സിന്ദൂർ ഇത് കഴിഞ്ഞിട്ട് ആർമി, നേവി, എയർഫോഴ്സ്, CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ഇവരെ വിളിച്ച് ഡിഫൻസ് മിനിസ്റ്റർ പറയും. പ്രൈം മിനിസ്റ്റർ ആദ്യം പറഞ്ഞു, ആർമിക്ക് ഫ്രീഡം കൊടുത്തു, നിങ്ങൾ ചെയ്യുക, ഇതാണ് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി, ഇതിനകത്ത് നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക. അപ്പോൾ അവർ പ്ലാൻ ഉണ്ടാക്കി. അതാണ് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടത് എന്തൊക്കെയാണെന്നുള്ളത്. ടെററിസ്റ്റ് ക്യാമ്പുകളെ അറ്റാക്ക് ചെയ്തതും പിന്നെ അത് കഴിഞ്ഞ് തുടർന്ന് അവർ തിരിച്ച് ചെയ്തപ്പോൾ നമ്മൾ അതിൻ്റെ കൗണ്ടർ ചെയ്തു. ഇതിൻ്റെ സീസ് ഫയർ ആയിക്കഴിഞ്ഞെങ്കിലും സീസ് ഫയർ ഈ ഓപ്പ് സിന്ദൂറിൻ്റെ മിലിറ്ററി ആക്ഷൻ്റെ മാത്രമാണ്. മനസ്സിലാകും. ബാക്കിയെല്ലാം നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ ഇപ്പോഴും ഒരു ഇതിൽ നിർത്തിയിട്ടില്ല. ഇൻഡസിൻ്റെ ആയാലും ട്രേഡിൻ്റെ നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും നമ്മളൊരു വിദേശ നയ ടീമുകളെ അയക്കുന്നു, പോയി ലോകത്തെല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ഇതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മെയിൻ പഹൽഗാമിൽ നടന്ന സംഭവത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന ആ പ്രതികരണം ഇപ്പോൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ. ആ ഒരു പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ സാറ് ഏത് രീതിയിലാണ് കാണുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എൻ്റെ അഭിപ്രായത്തിൽ ആദ്യത്തെ അടി വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആ ടെററിസ്റ്റ് ക്യാമ്പുകളെ നമ്മൾ ഹിറ്റ് ചെയ്തത്. അതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതും പല പൊളിറ്റിക്കൽ വ്യൂസും ഒന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. അത് ഒരു യുദ്ധമാകുമ്പോൾ കുറച്ച് തിരിച്ചടി കാണും, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നതാണ്. പക്ഷേ ഓവറോൾ ഇത്രയും വർഷത്തെ എൻ്റെ സർവീസ് വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇത് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ്. ഇതിനു മുമ്പ് നമ്മളങ്ങനെ ചെയ്തിട്ടില്ല. ബാലാക്കോട്ടിലും ഒക്കെ ചെയ്തത് ഒരു ക്യാമ്പ് മാത്രമാണ്. ഇതൊരു 8 ക്യാമ്പ് ഒരുമിച്ച് ചെയ്തു. അതും പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് ഇടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മളത് വകവച്ചില്ല. അതൊരു വലിയ സ്റ്റെപ്പാണ്. ഇതിൻ്റെ ഒരു ആരും ആലോചിക്കാത്ത ഒരു ഗുണമുണ്ട്. ഇപ്പം ഇതിൽ ഉപയോഗിച്ച ആകാശ് തീറും നമ്മുടെ റഫാലും പല മിസൈലും ഇതൊക്കെ ബ്രഹ്മോസും ഒക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതിനു മുമ്പ് നമ്മൾ നോർമൽ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ചത് ടെസ്റ്റ് ഫയർ ചെയ്തിട്ടേ ഉള്ളൂ. കടലിലാണ് മിസൈൽ ടെസ്റ്റ് ഫയർ ചെയ്യുന്നത്. ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു സംഭവമാണ്. എയർഫോഴ്സിൻ്റെ ഉണ്ട്, ആർമിയുടെ ഉണ്ട്, നേവിയുടെ ഉണ്ട്, ISROയുടെ ഉണ്ട്, എല്ലാ ആളുകളുടെ ഉണ്ട്. ഫൈനാൻസ് മിനിസ്റ്റർക്ക് ഇതിലെല്ലാത്തിലും റോളുണ്ട്. കാരണം ഒരു സാധനം നമ്മൾ ആവശ്യമില്ലാത്ത ഒരു മിസൈൽ പോയാൽ അതിന് ലക്ഷക്കണക്കിന് രൂപയാണ് പോകുന്നത്. അതുപോലെ ആകാശത്തിൽ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ എയർ ഡിഫൻസ് അതിൽ കാണിച്ചല്ലോ, DGMO ലെയറായിട്ട് നമുക്കിത് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കതിലുള്ള തെറ്റുകുറ്റങ്ങൾ മനസ്സിലായി. ഇതിനകം അത് തീർത്ത് കാണും. ഇനി ഇങ്ങനെ ഒരു സംഭവം വരികയാണെങ്കിൽ നമുക്ക് ആ തെറ്റുകുറ്റങ്ങൾ കാണില്ല. നമ്മുടെ കയ്യിലുള്ള പുതിയ ആയുധങ്ങളും പുതിയ യുദ്ധമുറകളും നമ്മളൊന്ന് പരീക്ഷിച്ചു, കൂടുതൽ ബലവാന്മാരായി. CDS കുറച്ച് നാൾ മുമ്പാണല്ലോ വന്നത്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു യുദ്ധ സാഹചര്യത്തിൽ ആ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യും എന്ന് മനസ്സിലായത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. ഈ ഭീകരരുടെ ക്യാമ്പുകൾ, അതിൻ്റെ ഈ സെലക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ടാർഗറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അതിൻ്റെ ഒരു പാരാമീറ്റർ എന്തായിരിക്കണം? അവരുടെ എല്ലാ ക്യാമ്പുകളും കൃത്യമായിട്ട് എവിടെയാണ് എന്ന് നമുക്കറിയാം. ഒരുപാട് സറണ്ടർ ചെയ്ത മിലിറ്റൻസ് ഉണ്ട്. കാശ്മീരിൽ തന്നെ ഉള്ളവർ അവർക്ക് അവിടെ പോയി കുറച്ച് നാൾ കഴിയുമ്പോൾ പാകിസ്ഥാൻ ശമ്പളം കൊടുക്കുന്നത് നിർത്തും. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് അടിക്കാൻ തുടങ്ങും. ആഹാരം പോലും നേരെ കിട്ടില്ല. അപ്പോൾ അവർക്ക് ആ ഒരു അവർ പോയ ആ മോട്ടിവേഷൻ ഇല്ലാതാകുമ്പോൾ അവർ തിരിച്ചു വന്ന് സറണ്ടർ ചെയ്യും. ഒരു പോലീസ് ഫോഴ്സ് തന്നെ ഉണ്ട് കാശ്മീരിൽ, സറണ്ടേർഡ് മിലിറ്റൻസ്. ഇവരൊക്കെ അവിടെ ട്രെയിനിങ് എടുത്തിട്ട് വന്നവരാണ്.
പിന്നെ അവിടെ നിന്ന് വന്ന ഗൈഡുകൾ, ഒരുപാട് സീനിയർ മിലിറ്റൻസ് ഉണ്ട്. ഒരാളുടെ ഒരു 50 ലക്ഷം വരെ ഒരാളുടെ തലയ്ക്ക് വിലയിട്ടിട്ടുണ്ടായിരുന്നു ഒരു ടെററിസ്റ്റ്. അയാൾ വന്ന് സറണ്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ സറണ്ടർ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ക്യാമ്പിൻ്റെ ലൊക്കേഷനും എവിടെയാണ് ഓരോ ടെൻറ്റും ഓരോ കെട്ടിടങ്ങളും, എത്ര പേര് വരും, അവരുടെ സിസ്റ്റം എങ്ങനെയാണ്, അകത്ത് കയറാനുള്ള വഴി, പുറത്ത് പോകാനുള്ള വഴി, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാം. അത് ലൊക്കേഷൻ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ. രണ്ടാമത്, അവിടെ നിന്ന് ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ റേഡിയോ സെറ്റിലാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മൊബൈലായിരിക്കും, പക്ഷേ മൊബൈൽ എല്ലായിടത്തും ഇല്ല, ഇൻ്റർനെറ്റും മൊബൈലും ഒക്കെയാണ്. ആ സമയത്താണെങ്കിൽ ആ റേഡിയോ സെറ്റ് വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്കത് പിടിച്ച് മാപ്പിൽ വരാൻ പറ്റും. ഇവിടെ നമ്മളത് ട്രാക്ക് ചെയ്യും. അത് മാത്രമല്ല, ഓരോ റേഡിയോ സെറ്റും ആരുടെയാണെന്ന് വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ നമ്മുടെ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് നമുക്ക് കാണിച്ചു തരും. ഇതാ ഇപ്പോൾ ഒരു വലിയ ഗ്രൂപ്പ് ഈ റൂട്ടിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ ക്യാമ്പ് എവിടെയാണെന്നും, ഓരോ ക്യാമ്പ് നമുക്കിപ്പോൾ ലഷ്കർ തൈബയുടെ ക്യാമ്പ് എവിടെ, മറ്റവരുടെ ക്യാമ്പ് എവിടെ, എല്ലാം കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ അവർക്ക് നമ്മുടെ മിലിറ്ററി ക്യാമ്പുകളുടെ അറിയുന്നത് പോലെ അതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികളും അകത്തുണ്ട്. എല്ലാവരും കൂടെ ചേർന്നതൊരു, അതാണ് കൃത്യമായിട്ട് അവിടെ പോയി ഹിറ്റ് ചെയ്തത്. ഈ സറണ്ടേർഡ് മിലിറ്റൻസ് ഒരു പോലീസ് ഫോഴ്സിൻ്റെ കാര്യം സാറ് പറഞ്ഞു, അതൊന്നുകൂടി ഒന്ന് വിശദീകരിക്കുമോ? പണ്ടൊക്കെ ഒരു 90s അവസാനവും 2002-2003 ഒക്കെ ആയപ്പോഴാണ് ഒരുപാട് പേര് വന്ന് സറണ്ടർ ചെയ്ത് തുടങ്ങിയത്. കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ആർമിക്ക് അവിടെയുള്ള ഹോൾഡ് പോയി. അവിടെ നിന്ന് ഇറക്കി വിട്ടു. മുഷറഫ് വിചാരിച്ചതുപോലെ നടന്നില്ല. മുഷറഫ് പബ്ലിക്കായിട്ട് അപ്പോളജൈസ് ചെയ്തു. അമേരിക്ക അവരുടെ അടുത്ത് പറഞ്ഞു കുറച്ചുകൂടെ ഒന്ന് നന്നാവാൻ സ്വഭാവം. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് ഈ മിലിറ്റൻസിന് വേണ്ടി കൊടുക്കുന്ന ഫണ്ട് അങ്ങ് തീർന്നു പോയി. പൈസ കിട്ടിയില്ലെങ്കിൽ ആരും പോകില്ല. എല്ലാവരും പോകുന്നൊരു ജോലിക്കായിട്ടും പൈസയ്ക്കാണ്. ഇവിടെ ജോലി ഇല്ലാത്തവരാണെങ്കിൽ അവിടെ പോയി അത് ചെയ്യാം. അങ്ങനെ ഒരുപാട് പേര് സറണ്ടർ ചെയ്തു. സറണ്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെ അവിടെയുള്ള, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നമ്മുടെ ഒരു ഗ്രാമത്തിലാണെങ്കിൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ ഗ്രാമത്തിലുള്ള പ്രായം ചെന്നവർ നമുക്ക് ഗ്യാരണ്ടി തരും, ഇവൻ ഇനി പോകില്ല, അവൻ നോക്കിക്കോളാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജോലി ഇല്ലാതിരിക്കുന്നത്, അപ്പോൾ അവരെ കൂടെ ചേർത്ത് പോലീസിൻ്റെ ഇടയിലൊരു ടാസ്ക് ഫോഴ്സ് പോലെ ആക്കി. ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു ടാസ്ക് ഫോഴ്സ് കാണും. ഇപ്പോൾ ആർമി ഒരു പുതിയ സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ കുറേ പേര് നമ്മളോട് വരും, നമുക്ക് സ്ഥലം പറഞ്ഞു തരാനും ഏരിയ പറഞ്ഞു തരാനും. പക്ഷെ അതിലും കുറച്ചൊരു കുറ്റങ്ങൾ ചെയ്യുന്ന ആളുകൾ കാണും, കള്ളം കഞ്ചാവും ഒക്കെ ഉള്ള അതിലും കാണും. പക്ഷേ അതിൽ ഒരുപാട് പേര് ഭയങ്കര നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അവർക്ക് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകാനുള്ള ഇത് കാണില്ല. അവരെ കണ്ടുകൊണ്ട് പുതിയതായിട്ട് പോകുന്ന കുട്ടികളും പോക്ക് നിർത്തി. ഈ വെടിനിർത്തൽ ശരിക്കും നടന്നിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഇതൊരു വെടിനിർത്തലാണോ? വെടിനിർത്തൽ എന്തായാലും നടന്നു. 2 വശത്തെയും DGMO പ്രഖ്യാപിച്ചു, 2 വശത്തെയും പ്രധാനമന്ത്രി അനൗൺസ് ചെയ്തു. നമ്മൾ എന്തായാലും നമ്മുടെ പ്രധാനമന്ത്രി അന്ന് അനൗൺസ് ചെയ്തു, നിർത്തി. ആ വെടിനിർത്തൽ എന്ന് പറയുന്നത് നമ്മൾ മിസൈൽ അയക്കുന്നില്ല, അവരുടെ ബോർഡറിൻ്റെ ഇങ്ങോട്ട് അയക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉള്ള എന്താണെന്ന് വെച്ചാൽ LC, ലൈൻ ഓഫ് കൺട്രോളിൽ 2 വശത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ ആരെങ്കിലും ഒരാൾ വെടി വച്ചാൽ ഇവിടെ നിന്ന് തിരിച്ച് വെടിവെക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു യുദ്ധമായിട്ടോ അതൊരു വലിയ ഇൻസിഡൻ്റായിട്ട് ഇനി പോകും എന്ന് ഉടനെ പോകുമെന്ന് തോന്നുന്നില്ല. കാരണം യുദ്ധം ആർക്കും വേണ്ട. നമുക്കിപ്പോൾ യുദ്ധം ചെയ്യുന്നതിന് പകരം അതിനേക്കാളും വലിയ ഒരു പാഠം അവരെ പഠിപ്പിക്കാനൊക്കുമെങ്കിൽ അതാണ് നല്ലത്. കാരണം പണ്ടത്തെ പോലെ ഒരു രാഷ്ട്രമല്ല ഇന്ത്യ. ഇപ്പം വേൾഡിലെ നമ്പർ 3 ആണ്. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ 2ഉം 1ഉം ഒക്കെ ആവാൻ വിചാരിക്കുന്ന ഒരാളാണ്. പാകിസ്ഥാനാണെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ പാകിസ്ഥാന് വേണ്ടി നമ്മൾ സമയം കളയുന്നത് അത് ഒരു വ്യർത്ഥമായൊരു ആക്ടിവിറ്റിയാണ്. അവർക്കൊരു അടി കൊടുത്ത് അവിടെ ഇരുത്തുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് അല്ലാതെ അവരെ പാഠം പഠിപ്പിക്കണം. പാകിസ്ഥാൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും സാർ? അത് ഈ നമ്മുടെ ഒരു ഉപഭൂഖണ്ഡത്തെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? പാകിസ്ഥാനിലുള്ളവരും നമ്മളെ പോലെ മനുഷ്യരാണ്. ആദ്യം ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അവിടെ പോയി അവിടെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ് പറയുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആർമിയാണ് അവിടെ കൺട്രോൾ ചെയ്യുന്നത്. അവിടുത്തെ രക്ഷാമന്ത്രിയോ പ്രധാനമന്ത്രിയോ എന്തെങ്കിലും പറയുമ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാനൊക്കും ഇതാരോ അവരെ കൊണ്ട് പറയിക്കുന്നതാണ്. ഇപ്പോൾ സീസ് ഫയർ ആയപ്പോൾ പ്രധാനമന്ത്രിയുടെ ചോദിച്ചപ്പോൾ സീസ് ഫയർ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പാകിസ്ഥാനിലെ
പ്രധാനമന്ത്രി. ആർമിയാണ് അവിടെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ നാഷണൽ ഡിഫൻസ് കോളേജിലായിരുന്നപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരാളെ വിളിക്കും സംസാരിക്കാനായിട്ട്. ഒരു ദിവസം അയാൾ നമ്മളോട് സ്പെൻഡ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം പാകിസ്ഥാനിലെ അംബാസഡറിനാണ് വിളിക്കുന്നത്. ഇദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വേറൊരാളെ നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് കാര്യം ചെയ്താലും അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ കാണും. ഇപ്പോൾ ഞാൻ കേട്ടത് അവരുടെ PMOയിൽ വരെ യൂണിഫോം ഇട്ട ആളുകളുണ്ട്. അവർ പറയുന്നത് ശരിയാണോ, ചെയ്യുന്നത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏതെങ്കിലും വിധത്തിൽ പാകിസ്ഥാൻ്റെ എക്കോണമി നന്നായി ആളുകൾ സന്തോഷവാന്മാരാകുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ട് അവർക്കൊരു പിണക്കത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അവരിതൊക്കെ മറക്കും. ഇപ്പോൾ ആർമിക്ക് ഒരു മുൻഗണന വേണം എന്നുള്ളതുകൊണ്ട് എല്ലാം ശാന്തിമയമായിട്ട് വന്നപ്പോൾ ഇമ്രാൻഖാൻ വന്ന സമയത്ത് പോലുള്ളത് ഇന്ത്യയുമായിട്ട് ചിലപ്പം സംഭാഷണത്തിലേർപ്പെട്ടു, ട്രേഡ് ഒരുപാട് കൂടി ഇന്ത്യയുമായിട്ട്. അപ്പോൾ ആർമിക്ക് കിട്ടേണ്ട കാശ് കിട്ടുന്നില്ല. അപ്പോൾ ആർമിക്ക് കാശ് കിട്ടണമെങ്കിൽ എന്തെങ്കിലും രാജ്യത്തിനൊരു അപകടം സംഭവിക്കാൻ പോകുന്നു, ഇന്ത്യ നമ്മളെ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയാലേ ഒക്കുകയുള്ളൂ. ഇത് അവർ അതുപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ ഞാൻ ശരിക്കും എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾക്കും സന്തോഷവും സമാധാനവും വേണം. പിന്നെ നമ്മൾ വേറെ വേറെ ഒരു രാജ്യമാകേണ്ട കാര്യമില്ലെങ്കിലും സന്തോഷമായിട്ട് എല്ലാവർക്കും ജീവിക്കാം. അവിടെ ഈ മിസൈലിൻ്റെ ഉള്ള കാശ് വെച്ച് കുറേ പേർക്ക് ആഹാരം കൊടുക്കാം. അവിടെ ഒട്ടുമേ ഇല്ല. ഇന്ത്യയിൽ ഒരുപാട് പേര് പോവർട്ടി ലൈനിന് താഴെ ആണെങ്കിലും പാകിസ്ഥാനിൽ അതും ആയിട്ട് നോക്കും ഭയങ്കര മോശമായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇപ്പോഴത്തെ ഈ ഒരു സംഘർഷത്തിൽ ചൈനയുടെ ഒരു റോൾ എന്താണ് സർ? ഈ ലോകത്തെ നമ്പർ 1 ആവാനാണ് ശ്രമിക്കുന്നത്. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന അമേരിക്ക ചെയ്യുന്നത് അവരെ നമ്പർ 1 ആക്കാതിരിക്കുക എന്നുള്ളതാണ്. ചൈന ആദ്യമേ അവരുടെ റെവല്യൂഷൻ ഒക്കെ കഴിഞ്ഞു. ആ സമയത്ത് ഭയങ്കര മോശമായിരുന്നു അവരുടെ കണ്ടീഷൻ. നമ്മളെക്കാളും മോശമായിരുന്നൊരു സമയമുണ്ട്. ഒരു 1978 വരെയൊക്കെ അവരുടെ GDP നമ്മളെക്കാളും കുറവായിരുന്നു. പക്ഷെ അവർക്ക് എല്ലാ കാര്യങ്ങളും അവരാണ് ലോകത്തിൻ്റെ നടുഭാഗം, സെൻറ്റർ എന്നാണ് അവരുടെ വിചാരം. അതിനുവേണ്ടി ഇപ്പം നമ്മളുമായിട്ടുള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം തുടങ്ങിയത് 1962 യുദ്ധമാണ്. ആ യുദ്ധം തുടങ്ങിയത് തന്നെ 2-3 കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നമ്മുടെ അടുത്ത് നമ്മളെ ഇഷ്ടമില്ലാതായി. ഒന്നാമത് അവർ ടിബറ്റ് പിടിച്ചെടുത്തു. ദലൈലാമ അവിടെ നിന്ന് ഓടിപ്പോയി. ഇന്ത്യ വന്ന് ഇന്ത്യ അവർക്ക് അഭയം കൊടുത്തു. ഇന്ത്യയിലെ ക്യാമ്പുണ്ടാക്കി. അത് അവർക്ക് വേണ്ടി അവർ ദലൈലാമയെ കാണുന്നത് നമ്മൾ ഈ ടെററിസ്റ്റിനെ ലഷ്കർ എ തയ്യബയെ കാണുന്ന പോലെയാണ്. അവർ നമ്മുടെ നല്ലോണം പറഞ്ഞു നോക്കി. ആ സമയത്ത് നെഹ്റുവിൻ്റെ അടുത്തൊക്കെ പറഞ്ഞില്ല, നമ്മൾ ശാന്തി സമാധാനം ആവശ്യമുള്ളവരാണ്. അത് യുദ്ധത്തിലേക്ക് അവരൊരു ഇത് വന്നു. ആ യുദ്ധം തുടങ്ങിയതിന് വേണ്ടി അവർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു. യുദ്ധം നടന്നു. അത് കഴിഞ്ഞ് അവർ കുറേ നാളത്തേക്ക് ഇന്ത്യയും ചൈനയും തമ്മിലൊരു ഡിപ്ലോമാറ്റിക് റിലേഷൻ ഇല്ലായിരുന്നു. 1976-8 ഒക്കെ ആയപ്പോഴാണ് ഡെങ് സിയോപിങ് വന്നപ്പോഴാണ്, മാവോ മരിച്ചിട്ട് ഡെങ് സിയോപിങ് വന്നപ്പോഴാണ് വീണ്ടും ആ ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ തുടങ്ങിയത്. പക്ഷെ അതേസമയം ആ സമയം തൊട്ടാണ് ചൈനയുടെ മനസ്സിൽ ഇത് വന്നത്, ഏതെങ്കിലും ഒരു കാലത്ത് ഇന്ത്യ നമ്മുടെ കൂടെ എത്തും, ഈക്വലായിരിക്കും, അതൊരിക്കലും വരാൻ പാടില്ല. അപ്പോൾ അവരെന്ത് ചെയ്താലും അതായിരിക്കും അവരുടെ മനസ്സിൻ്റെ ബാക്കിൽ. അതുപോലെ അവരുടെ എംപയർ, അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവരുടെ പണ്ട് 200 കൊല്ലം മുമ്പ് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം അവരുടെ ആണ് എന്ന് വിചാരിക്കും. ഇപ്പോൾ ഈ സൗത്ത് ചൈന സീയിലൊരു 9 ലൈനുണ്ട്. ആ ഏരിയ മുഴുവൻ അവരുടെ ആണ് എന്ന് വിചാരിക്കും. കാരണം അവരുടെ കപ്പലുകൾ അവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ്. അതുപോലെ ഇപ്പോൾ അവരുടെ എക്കോണമി 1978 തൊട്ടാണ് അത് ഓപ്പൺ അപ്പ് ചെയ്തത്. ഒരു 2008 ആയപ്പോഴത്തേക്കും അവർ പവർഫുള്ളായി. അതുവരെ അവരെ കൊണ്ടുവന്ന അമേരിക്കയാണ്. എന്നിട്ട് 2008 ആദ്യമായിട്ട് അവർ അമേരിക്കയുമായിട്ട് ഒരു യുദ്ധമല്ല, ഒരു എക്കണോമിക് വാർ തുടങ്ങിയതും. ഇപ്പോൾ അമേരിക്ക അവർ ഓപ്പണായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്. അവർ പറയുന്നത് കേട്ട് നമ്മൾ ഇരിക്കുന്നിടത്തോളം കാലം അവർ നമുക്കൊരു ത്രെട്ടല്ല. അപ്പോൾ ഡയറക്റ്റായിട്ട് അവർക്ക് പക്ഷേ ഇപ്പോൾ ഒരു യുദ്ധം ചെയ്യാൻ ഒരാഗ്രഹം ഇല്ല. 2020 ചെയ്തതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ ചെയ്യും. ഓരോ സമയത്തും അവർ ഒരു സ്റ്റെപ്പ് കൂടെ വരും. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അവർ നമ്മളെക്കാളും ഒരുപാട് പവർഫുൾ ആകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ ഇതെടുക്കാം എന്നുള്ള ആണ് അവരുടെ ഐഡിയ.
ഇപ്പോൾ സാർ നേപ്പാളിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരാളാണ്, ഭൂട്ടാനിൽ ജോലി ചെയ്ത ഒരാളാണ്. ഇന്ത്യക്ക് ചുറ്റുപാടുമായിട്ട് ഇവരുടെ ഈ ഒരു സ്വാധീന വലയം കൂടുന്നതായിട്ട് സാറിന് തോന്നുന്നുണ്ട്. ചൈന, ഞാൻ പറഞ്ഞതുപോലെ അവരുടെ എക്കോണമിക്ക് വേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത്, എക്കോണമി നന്നാവാൻ. അതിൽ ഏറ്റവും വലിയ കാര്യം അവർക്ക് ഒരു കടലിലോട്ടുള്ള ഒരു വഴിയാണ്. ഇപ്പോൾ ടിബറ്റിലുള്ള ഒരാൾക്ക് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതങ്ങ് ഷാങ്ഹായ് വരെ പോകുമ്പോൾ ഒരുപാട് ദൂരമാണ്. അതിനേക്കാളും എളുപ്പമാണ് അവർക്ക് അവിടെ നിന്ന് ഒന്നുകിൽ കാലിംപോങ് വഴി കൽക്കട്ട പോർട്ടിൽ വരിക, അല്ലെങ്കിൽ ബോംബെ പോർട്ടിൽ വരിക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ കൂടെ ഗ്വാദാർ പോർട്ടിൽ വരിക എന്നുള്ളത്. നേപ്പാളിൽ കൂടെ അവർ ചെയ്യുന്നത് അതുതന്നെയാണ്. നേപ്പാൾ വഴി ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയുടെ മാർക്കറ്റിൽ കയറുക, ഇന്ത്യയുടെ പോർട്ടിലോട്ടൊരു ആക്സസ് കിട്ടുക എന്നുള്ളതാണ് ഞാൻ ചെയ്ത റിസർച്ചിൻ്റെ ഒരു ഭാഗമായതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതുപോലെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ടിബറ്റൻ ഷിൻജാങ്ങിൽ നിന്ന് കാരക്കോറം വഴി പാകിസ്ഥാനിൽ വന്നിട്ട് അത് ഗ്വാദാർ എന്ന് പറഞ്ഞൊരു പോർട്ടുണ്ട് അവർക്ക്, അത് ഈ ബലൂചിസ്ഥാനിലാണ്. അവിടെ വന്ന് അവർ $65 ബില്യൺ പാകിസ്ഥാനിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കായിട്ട് അവർക്ക് ഈ പോർട്ട് വഴി സാധനങ്ങൾ അവർക്ക് ടിബറ്റിലും ഷിൻജാങ്ങിലും എത്തിക്കണം. കാരണം അത് വളരെ ചെറിയ റൂട്ടായതുകൊണ്ട് ഒരുപാട് അവർക്ക് പൈസ ലാഭിക്കാം. ഇവിടെ അത് അവർക്ക് ഇന്ത്യയിലോട്ടും കൊണ്ടുവരണം എന്നുണ്ട്. കാരണം അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ചൈനയ്ക്ക് ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. അതും ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതൊരു വലിയ മാർക്കറ്റാണ്. കാരണം ഇന്ത്യ കൂടുതൽ റിച്ച് ആവുന്നു, ആളുകൾക്ക് വാങ്ങിക്കാനുള്ള കാശ് കൂടുന്നു, ഒരു വലിയ മാർക്കറ്റാവും. അതുകൊണ്ടാണ് വലിയ രാജ്യങ്ങളും യൂറോപ്പും ഒക്കെ ഇപ്പോഴും നമ്മൾ ഇത് ചെയ്യുന്നത്. ചൈനയുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഇന്ത്യയുടെ മാർക്കറ്റ് കീഴടക്കുക, കടലിലോട്ട് അവർക്കുള്ളൊരു വഴി തെളിഞ്ഞ് കിട്ടുക എന്നുള്ളതാണ്. അത് ഇപ്പോൾ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ഒക്കെ വന്നില്ല അവരുടെ. അപ്പോൾ അവരുടെ റൂട്ട് ഉണ്ടാക്കിയതിൽ കൽക്കട്ടയുണ്ട്. ഇപ്പോൾ നമ്മൾ കടൽ വഴിയുള്ള റൂട്ട് നോക്കുകയാണെങ്കിൽ കൽക്കട്ടയും അതിലുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ടില്ല. നേപ്പാളിലും അതുപോലെ അവരെല്ലാ റോഡും റെയിൽവേ ലൈനൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ബോർഡർ വരെ ഉണ്ടാക്കും. അവർക്കറിയാം ഏതെങ്കിലും ഒരു സമയത്ത് നേപ്പാൾ വഴി ചൈന ഇന്ത്യയുമായിട്ട് ട്രേഡ് തുടങ്ങുകയാണെങ്കിൽ നേപ്പാൾ വിചാരിക്കുന്നത് നേപ്പാളിൽ അതിന് ഒരുപാട് ഗുണമുണ്ടാകുമെന്നാണ്. ഇപ്പോൾ അവരുണ്ടാക്കുന്ന റോഡിൽ. പക്ഷെ നേപ്പാളിന് ഒരു സാധനം എക്സ്പോർട്ട് ചെയ്യാനില്ല ചൈനയിലോട്ട്. ചൈനയ്ക്കൊന്നും വാങ്ങിക്കാനില്ല. ചൈനയിലെ സാധനങ്ങൾ ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയുമായിട്ട് കണക്ഷൻ ആയിക്കഴിഞ്ഞാൽ നേപ്പാളിന് അതിന് വലിയ ഗുണം ഉണ്ടായില്ല. ഒരു ട്രാൻസിറ്റ് പോലെ അവർക്ക് ടാക്സ് പിടിക്കാനൊക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ബംഗ്ലാദേശും ശ്രീലങ്കയും ഒക്കെ ചൈന അവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇന്ത്യൻ മാർക്കറ്റിൽ കയറാനായിട്ടാണ്. പക്ഷെ അതിൻ്റെ അതേസമയം ഈ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ചൈന ആയിട്ടുള്ള LACയിലുള്ള തർക്കങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ളതാണ്. അത് രണ്ട് കൂട്ടർക്കും അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഒക്കില്ല. അതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് കുറേ നാളിരിക്കും. ചിലപ്പോൾ ഒരു 100 കൊല്ലം കഴിയുമ്പോൾ രണ്ടുപേരും സ്ട്രോങ് ആകുമ്പം അത് ഇല്ലാതായേക്കാം. ഇന്തോ ചൈന റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏത് അവസ്ഥയിലാണ് സാർ? അതിൻ്റെ ഒരു ഫ്യൂച്ചറിനെ ഏത് രീതിയിലാണ് കാണുന്നത്? ആ LACയിൽ രണ്ടുപേർക്കും ഒരു ക്ലെയിമുണ്ട്. നമുക്കൊരു അക്സായ് ചിൻ നമ്മുടെ ആണെന്നും അവർ പറയുന്ന അരുണാചൽ അവരുടെ ആണെന്നും. അൾട്ടിമേറ്റായിട്ട് അത് പിടിച്ചെടുക്കാൻ ഉള്ള ശ്രമത്തിലാണ് എല്ലാവരും. ഇന്ത്യക്ക് ആദ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആകണം. ചൈനയ്ക്ക് അതുപോലെയാണ്, ആദ്യം അതാകണം. അപ്പോൾ അതാകുന്നത് വരെ ഈ LACയിലുള്ള ഡിഫറൻസസ് കുറച്ച് മാറ്റി വയ്ക്കാമോ എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും ചിന്തിക്കുന്നത്. കുറേ നാളത്തേക്ക് പട്ടാളങ്ങൾ തമ്മിലൊരു യുദ്ധം ഉണ്ടാകില്ല. അവർ അമേരിക്ക കടത്തിവെട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും അവർ എന്തെങ്കിലും ചെയ്യും. അപ്പം അതിനകം നമ്മളും അതിനടുത്ത് എത്തണം. ചൈനയുടെ ഈ ഒരു അഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റാൻഡ് നമ്മളെ ചുറ്റി വളഞ്ഞുകൊണ്ട് നമുക്ക് ചുറ്റും വ്യാപിപ്പിക്കുന്ന, ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം, ഇതിനെ ഏത് തരത്തിൽ ആണ് ഇന്ത്യ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് സാറിൻ്റെ ഒരു ഒപ്പീനിയൻ? ഓരോ രാജ്യങ്ങളും ആയിട്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇപ്പോൾ പാകിസ്ഥാനിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഉണ്ടാക്കുന്നു, ഒരുപാട് കാശ് കൊടുക്കുന്നു, അവരെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നു. ഇന്ത്യയെ അവർക്ക് കുറച്ചൊന്ന് ശല്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ്റെ അടുത്ത് പറയും. ചിലപ്പോൾ ഈ നടന്നത് അവർ പറഞ്ഞിട്ടായിരിക്കും നടന്നത്, ഇന്ത്യൻ എക്കോണമി കുറച്ച് സ്ലോ ചെയ്യിക്കാനായിട്ടായിരിക്കും നടന്നത്. പാകിസ്ഥാനായിട്ട് നമുക്കൊന്നും ചെയ്യാനൊക്കില്ല. കാരണം അവരും പാകിസ്ഥാനും അത്രയ്ക്ക് അങ്ങ് ഇന്ത്യയെ വെറുക്കുന്നവരാണ്. അല്ല, അവർ തമ്മിൽ സ്നേഹം ഉണ്ടായിട്ടല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. 1956 50കളിൽ ചൈന ഇന്ത്യക്കകത്തോട്ട്
കടന്ന് വരുന്ന പോലെ പാകിസ്ഥാനിലോട്ടും കടക്കുമായിരുന്നു. ഉം. പാകിസ്ഥാൻ്റെ കുറേ ഭാഗം അവർ ആ സമയത്ത് പിടിച്ചെടുത്തു. അപ്പോൾ അയൂബ് ഖാൻ ആയിരുന്നു അവിടുത്തെ ഡിക്റ്റേറ്റർ. അയൂബ് ഖാൻ ജവഹർലാൽ നെഹ്റുവിനെ വിളിച്ച് പറഞ്ഞു, ചൈന കടലിലോട്ടൊരു വഴി തേടിയാണ് പാകിസ്ഥാനും ഇന്ത്യയിലോട്ടും വരുന്നത്. അവർ നമ്മളെക്കാളൊക്കെ വലിയ രാജ്യമാണ്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു യൂണിയൻ ഓഫ് ഡിഫൻസ് ഉണ്ടാക്കിയാൽ നമുക്ക് അവരെ തടുക്കാൻ പറ്റും. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഫോറിൻ പോളിസി വേറെ ആയിരുന്നു. നമുക്ക് ആരുമായിട്ടും ചൈനയായിട്ട് യുദ്ധം ഉണ്ടാകുമെന്ന് ഒരു വിചാരവും ഇല്ലായിരുന്നു. അപ്പോൾ നെഹ്റു അതിനെ എതിർത്തു. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ചൈന പറഞ്ഞത് അവർ ആദ്യം 46 ബില്യൺ ചിലവാക്കും, അത് പിന്നെ 65ആയി. ഇത് പാകിസ്ഥാനെ ഡെവലപ്പ് ചെയ്യും, പാകിസ്ഥാനിലുള്ള എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടും എന്നാണ് പറഞ്ഞത് തുടങ്ങിയത്. എന്നിട്ട് എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഇൻഫ്രാസ്ട്രക്ചർ, റോഡും റെയിൽവേ ലൈനും പൈപ്പ് ലൈനും ഒക്കെ കെട്ടാനായിട്ടുള്ള സ്ഥലം മുഴുവൻ പാകിസ്ഥാൻ വിട്ടുകൊടുത്തു. അവിടെ കൂടുതൽ അത് ബലൂചിസ്ഥാനിൽ വരുമ്പോൾ ബലൂചിസ്ഥാനിലുള്ള ആളുകൾക്ക് നേരത്തെ ഇവരുമായിട്ട് ദേഷ്യമായിരുന്നു. അവർ നോക്കുമ്പോൾ അവരെയൊക്കെ അവരുടെ സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിടുകയാണ്. ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പേര് ആവശ്യമുണ്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട്. അവർ പാകിസ്ഥാൻകാർ ജോലി ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ ചൈനക്കാരെ തന്നെ കൊണ്ടുവന്ന് ജോലി ചെയ്യിച്ചു. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൽ ചൈന വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ മുഴുവൻ അവർ തന്നെയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. സാധനങ്ങൾ മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിക്കില്ല. ആദ്യം പറഞ്ഞ സിമെൻറ്റ് ഫാക്ടറിയും എല്ലാ ഇരുമ്പ് ഫാക്ടറിയൊക്കെ അവിടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എല്ലാ സാധനങ്ങളും അവർ ചൈനയിൽ നിന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ അതിനായിട്ടൊരു ഫാക്ടറി വെച്ചിട്ട് അത് കഴിയുമ്പോൾ ഫാക്ടറി അങ്ങ് തിരിച്ചു കൊണ്ടുപോകും. ഈ ബലൂച്ചികൾ ആദ്യം ചെയ്ത് തുടങ്ങിയത് ചൈനക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ചൈനീസ് എൻജിനീയേഴ്സിനെയും വർക്കേഴ്സിനെയൊക്കെ അവർ കൊല്ലാൻ തുടങ്ങി. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു, ഇതാ ഇന്ത്യയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് പറഞ്ഞു. ശരിക്കും അവരുടെ തന്നെയുള്ള സങ്കടങ്ങൾ കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത്, ചൈന ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും പാകിസ്ഥാന് ഗുണം ഉണ്ടായിട്ടില്ല. അതുപോലെ അടുത്ത് നമ്മൾ നേപ്പാളിലോട്ട് വരികയാണെങ്കിൽ, നേപ്പാളിൽ വളരെ കൃത്യമായിട്ടാണ് ചൈന റോഡ് ഉണ്ടാക്കുന്നത് ഇന്ത്യയിലോട്ട് വരാൻ തന്നെയാണ്. കാരണം ഒരുപാട് പ്രാവശ്യം ഇന്ത്യയും നേപ്പാളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ എത്തുമ്പോൾ ചൈന തന്നെ അതങ്ങ് നിർത്തും. ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഫ്രണ്ട്സായിട്ടിരുന്നാലേ അവർക്ക് ഇന്ത്യയിലോട്ടുള്ള ഇത് ഉപയോഗിക്കാനൊക്കെ ഉള്ളൂ. ഭൂട്ടാനാണെങ്കിൽ ഇപ്പോഴും ഇന്ത്യയാണ് കൂടുതൽ വിശ്വസിക്കുന്നത്, ചൈനയെ അവർ വിശ്വസിക്കാനുള്ള സമയം ആയിട്ടില്ല. ബംഗ്ലാദേശ് അതുപോലെയാണ്. നേരത്തെ ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങി. നോർത്ത് ഈസ്റ്റിലോട്ടുള്ള റെയിൽവേ ലൈൻ ബംഗ്ലാദേശ് വഴി കൽക്കട്ടയിൽ നിന്ന് അഗർത്തലയിൽ പോകുന്നതും, അവിടെ അഗർത്തലയിൽ ഒരു സമയത്തൊരു ക്ഷാമം പോലെ വന്നു, റോഡില്ലാത്തതുകൊണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ കൽക്കട്ടയിൽ നിന്ന് പോർട്ട് വഴി ബംഗ്ലാദേശിൽ പോയിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ഗവൺമെൻറ് മാറിയപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ ഇന്ത്യയും അതും തമ്മിൽ. പക്ഷെ അതൊരു താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ കൂടെ ഉണ്ടെങ്കിലേ ഒക്കെ ഉള്ളൂ. ബംഗ്ലാദേശിൻ്റെ ട്രേഡ് മുഴുവൻ കൂടുതലും ഇന്ത്യയുടെ പോർട്ടുകൾ വഴിയാണ്. നേപ്പാളിന് ട്രേഡ് വേണമെങ്കിൽ ഇന്ത്യ വഴിയേ ഉള്ളൂ. എത്രയോ ലക്ഷക്കണക്കിന് നേപ്പാളികൾ വിസ ഇല്ലാതെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. എല്ലാം ഇവിടെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ശ്രീലങ്കയിൽ നമ്മൾ വരികയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വന്ന് ചൈനയെ കൂടുതൽ സപ്പോർട്ട് ചെയ്താലും ഇന്ത്യയുടെ സഹായമില്ലാതെ അവർക്ക് ജീവിക്കാനൊക്കില്ല. അതുപോലെ ആദ്യം ചോദിച്ച ചോദ്യം റഷീദ്, ചൈന നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും അവരുടെ കയ്യിലാക്കി ഇന്ത്യയെ വളയുകയാണോ എന്ന് ചോദിച്ചാൽ അതിനവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിലവർക്ക് പാകിസ്ഥാൻ ഒഴിച്ച് ബാക്കി ആരെയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഒന്നായിരുന്നു. ജോഗ്രഫി അങ്ങനെയാണ്. ശ്രീലങ്കയിൽ നിന്ന് എത്രയോ ദൂരെയാണ് ചൈന ഇരിക്കുന്നത്. അവർക്ക് കുറച്ച് പൈസ അവർ കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ തന്നെ പാകിസ്ഥാന് ഇത്രയും അവർ $1 ബില്യൺ വേണ്ടി IMFൻ്റെ അടുത്ത് പോയി ഇറക്കുന്നു. ചൈന എന്തുകൊണ്ട് കൊടുത്തില്ല? ചൈനയുടെ കയ്യിൽ എത്രയോ ഉണ്ട്, ട്രില്യൺസ് ഉണ്ട് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. ചൈന കൊടുക്കില്ല. അവർ ഈ 65 ബില്യൺ അവിടെ ഡെപ്പോസിറ്റ് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്തതും ലോൺ ആയിട്ടൊക്കെയാണ് കൂടുതലും. ഒരു സമയത്ത് അവർ തിരിച്ചു വാങ്ങിക്കും. നമ്മുടെ നെയ്ബേഴ്സുമായിട്ട് നല്ല റിലേഷൻ ആണെങ്കിൽ ചൈനയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഉപയോഗം ഉണ്ടാകുന്ന രീതിയിൽ നമ്മളതിനെ ഉപയോഗിക്കും. വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ഡയലോഗായിരുന്നു. വളരെ സന്തോഷമുണ്ട് സാർ. വളരെ നന്ദി.